ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക്സാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, അവൽ മിൽക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്വാദിഷ്ടമായ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴമാണ് എടുക്കേണ്ടത്. ഞങ്ങൾ അതൊരു പഴം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം അവലാണ് വേണ്ടത്. അപ്പം മമ്മി അതൊരു പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കരിച്ചെടുക്കുകയല്ല കേട്ടോ വേണ്ടത്. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗൺ ഷെയ്ഡ് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു രീതിയിലങ്ങ് ആക്കി വെക്കുക. എന്നിട്ട് ഞങ്ങൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത് ഈ പഴത്തിലായിട്ട്. പക്ഷേ അതിന് പകരം ഒരു വെറൈറ്റിക്ക് മമ്മി ബൂസ്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തണുത്ത പാലാട്ടോ ഒഴിക്കണേ. കട്ട പിടിച്ച പാലല്ല, തണുത്ത പാൽ, ഫ്രീസറിൽ വെച്ചിട്ട് തണുത്ത പാലാണ്. എന്നിട്ട് ആ പാലിലായിട്ട് പാലൊഴിച്ചിട്ട് നമ്മൾ അതിനകത്തായിട്ട് ഈന്തപ്പഴം ആഡ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ 3 ഈന്തപ്പഴം എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അധികം എടുക്കാം കേട്ടോ. അപ്പോൾ എത്ര ആഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തിട്ട് അവൽ ആഡ് ചെയ്യാണ്. അതിന് മേളിലായിട്ടാണ് നമുക്ക് ബാക്കി ലെയറുകൾ ആഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞാൽ അവലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ വീണ്ടും അവൽ തന്നെ ആഡ് ചെയ്യാണ്. അങ്ങനെ ഒരു 4 ലെയറായിട്ട് എടുക്കുക. 4 അല്ല, ഫസ്റ്റ് അവൽ, അതിന് ശേഷം നമ്മുടെ മിക്സ്ചർ, പിന്നെ അവൽ, അത് കഴിഞ്ഞിട്ട് പിന്നെയും മിക്സ്ചർ, അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത ഈന്തപ്പഴം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങ് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് തന്നെ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ബോഡി ഓൾറെഡി വീക്കായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രിങ്ക്സൊക്കെ നമ്മൾ ഉണ്ടാക്കണേ. ഇതൊക്കെ ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമാണ്, അടിപൊളിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.